നമ്മൾ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. സോ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് ടുഡേ. നമുക്ക് 2 ഡ്യൂട്ടി ടൈം ആണുള്ളത്, ഒന്ന് 9 to 5 അതുപോലെ ഒന്ന് 10 to 6. ഇന്ന് നമുക്ക് 10 to 6 ഡ്യൂട്ടിയാണ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാന്നുള്ളത്. ഇന്നാകുമ്പോൾ നമുക്ക് കുറച്ച് തിരക്ക് കുറവാണ്, കാരണം ഡോക്ടേഴ്സ് എന്തോ പരിപാടിയായിട്ട് ലീവും കൂടിയാണ്. അപ്പം ഇന്നായിരിക്കും ബെറ്റർ ടൈം. 10 മണിക്കാ ഡ്യൂട്ടി എങ്കിലും നമ്മൾ എനിക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാട്ടോ. 9 മണിക്ക് കൊട്ടിപ്പടിഞ്ഞ് എണീച്ച് ബ്രഷ് ചെയ്ച്ച് കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലത്തെ കാഴ്ച ഉണ്ടോ ഗൈസ്? നിങ്ങൾ പുറത്ത് എന്തൊരു ഭംഗിയായിരുന്നോ രാവിലെ കാണാൻ. പക്ഷെ രാവിലെ എണീച്ചിട്ട് ഈ ഭംഗിയൊന്നും നോക്കിക്കാൽ അത്ര ടൈമൊന്നും കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ എണീറ്റത് നേരം വൈകിട്ടാണ്. അപ്പോൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് മണ്ട് നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ നമ്മളെ സാധാ ടാൽക്കം പൗഡർ, കുട്ടിക്കുറ, അതുപോലെ ഐലൈനർ, ഒരു ലിപ് ബാം കൂടെ ഇട്ടിട്ട് നമ്മളെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ റെഡി ആവാന്നുള്ളതാണ്. ഇത് ഞാൻ ഒരുങ്ങി കഴിഞ്ഞൊരു പട്ടിഷോ ഉണ്ടാവട്ടെ, നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ, കാരണം ലോങ് വീഡിയോ ആയിപ്പോയില്ല, ഇതൊക്കെ കണ്ടേ പറ്റൂ. ഇതാണ് എൻ്റെ കറന്റ് ഫേവറേറ്റ് ചെരുപ്പ്. ഞാൻ ഈ ചെരുപ്പാണ് ഇടാറ്. ഇത് ഇട്ട് വാങ്ങിയപ്പോൾ നല്ല മേനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ മേനക്ക് പോയി. പക്ഷെ അപ്പം നേരം വൈകിയ സ്ഥിതിക്ക് നമ്മൾ നേരെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങാണ്. ഇത് നമ്മളെ റൂമിലുള്ള ഒരു മിറർ ആട്ടോ. ഇത് നോക്കാതെ ഒരാൾ പുറത്തും അകത്തും കയറാറില്ല. അപ്പം നേരം വൈകിക്കഴിഞ്ഞ് കൂടുതൽ ഷോ ഒന്നും കാട്ടാതെ വേഗം ഓടി പോകാന്നുള്ളതാണ് നമ്മളെ അടുത്ത ലക്ഷ്യം. അപ്പം ഞാൻ അതേ കാർ പാർക്കിംഗ് എത്തിയിട്ടുണ്ടോ. ഇതാട്ടോ വെയിലത്ത് നമ്മളെ ഹോസ്പിറ്റലിന്റെ ഔട്ട് സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂവിന് വരുന്നത് ഈ ഹോസ്പിറ്റലിന്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്കത് തോന്നിയത് പഠിച്ചോനെ ഇവിടെ നിന്ന് കിട്ടിയാൽ മതിയെന്നുള്ളത്. അവിടെ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്ത് ഞാൻ അവിടേക്ക് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരലും പോക്കൊക്കെ എന്നൊക്കെ. പക്ഷെ മാഷാഅല്ലാഹ് വിത്തിൻ 1 വീക്ക് എനിക്ക് ഇവിടുന്ന് ഒരു കോൾ ബാക്ക് കിട്ടി എനിക്ക് HR-ന്ന്. അങ്ങനെ മാഷാഅല്ലാഹ് അവിടെ കയറി. അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിലോട്ട് പോണ വഴി. ക്യാൻറ്റീൻ്റെ അവിടെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുളം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു നല്ല രസമായിട്ട് അവിടെ കാണാൻ. ഞാൻ ചെന്നപാട് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് 2 പേർക്ക് ഉപ്പുമാവ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഉപ്പുമാവ് ആയതുകൊണ്ടും നമ്മൾ ഒരു സിംഗിൾ പ്ലേറ്റ് ആണ് ഓർഡർ ആക്കിയത്. പിന്നെ ഒരു എക്സ്ട്രാ എണ്ണക്കടിയും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 കൂടെ ഒന്നിച്ചതെന്നാണ് കഴിച്ചത്. ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ മുന്നേ അതുപോലെ 2-3 സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര അങ്ങോട്ട് ദഹിച്ചു എന്ന് പറയില്ലേ, അതുപോലെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. ഭക്ഷണമൊക്കെ പയ്യെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഞാൻ ഒരു വട്ടം കൂടെ ഇങ്ങോട്ട് പറയുകയാണ്, എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പോലെ ആവൂല എല്ലാ ദിവസവും, കാരണം ഓരോ ദിവസവും നമുക്ക് പ്രത്യേക എക്സ്പീരിയൻസുകളാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ സ്റ്റാഫ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയലുണ്ട് ഇങ്ങനെ ഡ്യൂട്ടി ഭയങ്കര സ്ട്രെസ്സാണ്, അതാണ് കാര്യങ്ങളൊക്കെ. ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ജോബ് ആയതുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിക്ക് പോകുന്നത്. കാരണം നമ്മളത് അത്ര ഭയങ്കര സ്ട്രെസ്സായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കുഴപ്പങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. മേ ബി അതൊരു ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഓരോ വർക്ക് നാച്ചുറും ബേസ് ചെയ്തിട്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആയിട്ടാണ്. മേ ബി അതിൻ്റെ ഒരു ഇതായിരിക്കാം. പിന്നെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് ഇതിനോരോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ എഗെയിൻ പറയുകയാണ്, ഞാനും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കുറച്ച് ഫ്രീ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. നമ്മൾ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല, ചിലപ്പോൾ നല്ല പണിയൊക്കെ ഉണ്ടാവുന്ന ദിവസമുണ്ട്, ബ്രേക്ക് പോലും മേ ബി നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രീ ആയിരുന്നു, കാരണം ഡോക്ടേഴ്സ് ലീവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഇത് നമ്മളവിടുത്തെ റംബൂട്ടാമരം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലത്തെ സ്റ്റാഫുകളൊക്കെയാണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ചുറ്റും റംബൂട്ടാമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഞാനതിങ്ങനെ കാണിക്കണ സമയത്ത് വന്നുള്ള ഓരോ കോപ്രായം കാട്ടുക കേട്ടോ. അതല്ല 2 മാസത്തേക്ക് കൊടുക്കണ്ടേ? പൈസ വന്നു ഒരു 5000 രൂപ കടന്നോ. എക്സ്പ്രഷൻ എന്താ നോക്കണേ. പൊതുവെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്ന ഒരു നീലക്കുയിൽ എന്നാണ്. കാരണം ഞാൻ എപ്പോഴും ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കും. അപ്പോൾ ഓലെല്ലാവരും എന്നെ കളിയാക്കിങ്ങാണ്ട് ഊക്കും. പക്ഷെ എൻ്റെ ഒരു തൊലിക്കട്ടി കുറച്ച് അപാരമായതുകൊണ്ട് എനിക്കിതൊന്നും ഏക്കണില്ലേ കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത പോലെയൊക്കെ ഇങ്ങനെ ക്യാമറയ്ക്ക് വന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിക്ക് പോവാണ്. അപ്പോൾ ഒരു വട്ടം ഞാൻ ചായ കുടിച്ച് വന്നോണ്ട് തന്നെ ഇജല്ല ഇപ്പോൾ വന്നതെന്നൊക്കെ പോലെ പിന്നെയും പറയേണ്ടതിന്. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലേ, നെവർ മൈൻഡ് അടിച്ചിങ്ങാണ്ട് ഞാൻ പിന്നെയും പോയി. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഹോസ്പിറ്റലിന്റെ കുളം. നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇങ്ങോട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് അത് കാണാൻ. അതിന് നമ്മൾ ക്യാൻറ്റീനിൽ എത്തിയോളൂ, പൈസയൊക്കെ പേ ചെയ്ത് ഇനി വരാൻ പോണ അവതാരം നമ്മളെ ഹോസ്പിറ്റലിന്റെ മെയിനുകൾ. ഹോസ്പിറ്റലിന്റെ അല്ല, ക്യാൻറ്റീനത്തെ ധർമ്മേട്ടൻ. നമ്മൾ എന്ത് ഫുഡ് പറഞ്ഞാലും മൂപ്പരെ തൊള്ളിൽ നിന്നും കേൾക്കണം, ഫുഡും തിന്നണം പറഞ്ഞ അവസ്ഥയാണ്. തമാശക്ക് പറയട്ടോ, മൂപ്പര് നമ്മളങ്ങനെ ഇട്ട് മാട്ടും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഈ ഒരു തെണ്ടികളൊക്കെ ഉണ്ടേനി. പിന്നെ ഉച്ചക്ക് നമ്മൾ ഇതേപോലെ സ്റ്റാഫ് ഡൈനിങ്ങിലൊക്കെ പോയിട്ട് ഫുഡ് അയച്ചു. ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ. പിന്നെ ഇന്നത്തെ കാര്യപരിപാടികളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, കാരണം പേഷ്യൻസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റൂല. അപ്പം അത്രയ്ക്കുള്ളായിരുന്നു നമ്മളൊരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.